പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. അത് ഏതിലാണത്? 41-ാമത്തെ സൂറത്തായ ഫുസ്സിലത്ത്. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? അതിന്റെ മലയാളം മാത്രമാണ് ഞാൻ പറയുന്നത്. നല്ലതും ചീത്തയും സമമാവില്ല. എങ്ങനെ നല്ലതും ചീത്തയും ആവില്ല? ഏറ്റവും നല്ലത് ഏതോ അതുകൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക. ഉദാഹരണത്തിന്, നമ്മൾ ആരെങ്കിലും നമ്മളോട് ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചോളം വിളിച്ചിട്ട് നല്ല ലോകത്തിലേക്ക് ചായ വേണമെന്ന് കൂടി ചായ വാങ്ങിക്കൊടുക്കുക എന്നാണ് അള്ളാഹ് പറയുന്നത്. അത്രയും ഏറ്റവും നല്ലത് ഏതോ അതുകൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക. വലിയൊരു പാടാണ് അത്. നമ്മളെന്താ ചെയ്യുന്നത്? നേരെ തിരിച്ചേ ആരെങ്കിലും വല്ല തിന്മ അവനതിനെ അധികം നമ്മളെ കാണിക്കാൻ നോക്കും. അതല്ല വേണ്ടത്. അപ്പോൾ ഏതൊരുവരും ഈ തമ്മിൽ ശത്രുതയുണ്ടോ? അതന്നെ പറയണേ. ശത്രുതയുണ്ടോ? ആ ശത്രുത അവനതാ നിന്റെ ഉറ്റ ബന്ധു എന്നോണം ആയിത്തീരുന്നു. നമ്മൾ ശത്രുവായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടാതെ നടക്കുകയാണ്. ആ മുണ്ടാതെ നടക്കണേല് അവനെന്തെങ്കിലും നമ്മളെ തിന്മ ചെയ്യാണ്, അവനെ ഏറ്റവും നല്ല നന്മ കൊണ്ട് പ്രതികരിക്കുമ്പോ അവൻ ഏറ്റവും നല്ല മിത്രമായിട്ട് തീരുന്നു. ഇത് പരിശുദ്ധ ഖുർആനിൽ ഉള്ളൊരു വേടാണ്. എങ്ങനെ? 41-ലും 34-ാമത്തെ ആയത്തിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ 35-ലും കൂടി പറയുന്നത്. അതുള്ള നിർത്തിയില്ല, തുടർച്ചയായിട്ട് തന്നെ അവളെ പറയുന്നത് എന്താണ്? 35-ാമത്തെ ആയത്തില് ആർക്കാണ് അതിന് കഴിയുക? ക്ഷമ കൈക്കൊണ്ടവർക്കല്ലാതെ അതിന് അനുഗ്രഹം നൽകപ്പെടുകയില്ല. അപ്പൊ ക്ഷമക്ക് വളരെയധികം മുൻതൂക്കം നടക്കുന്ന ഒരു കാര്യമാണ് അള്ള പറഞ്ഞത്. വമ്പിച്ച ഭാഗ്യമാണ്. മനസ്സിലായോ? വെറുതെ പറയേണ്ടതാണ്. വമ്പിച്ച ഭാഗ്യമുള്ളവരല്ലാതെ അതിന് അനുഗ്രഹം നൽകപ്പെടുകയില്ല എന്നാണ് അള്ള പറഞ്ഞത്.